നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി അയച്ചിട്ടുള്ളത് വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ഏതാനും പേരാണ്. നമുക്ക് പരാതി വായിക്കാം. ഞങ്ങളെല്ലാവരും വെങ്ങോല പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ 4.25 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. ഈ റോഡിൽ നിന്നും 600 മീറ്റർ ചുറ്റളവിൽ ഞങ്ങളെ കൂടാതെ വേറെയും വീട്ടുകാരുണ്ട്. ഈ റോഡിലും പരിസരത്തും റബ്ബറിന്റെ ഇലകൾ ധാരാളമായി വീണ് റോഡ് ഇലകൾ കൊണ്ട് മൂടിയ അവസ്ഥയിലാണ്. ഇങ്ങനെ ഇലമൂടി കിടക്കുന്ന പരിസരമായതുകൊണ്ട് തന്നെ ധാരാളം പാമ്പുകളും ഇഴജന്തുക്കളും വിഹരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ അത്. കൂടാതെ പരിസരവാസികളുടെ കിണറുകളിലേക്കും ഇലകൾ വന്നു വീണ് ജലം മലിനമാകുന്നു. അതുകൂടാതെ റബ്ബറിന്റെ കൊമ്പുകൾ ചാഞ്ഞു വന്ന് വീടുകളിലും പരിസരത്തും ടെറസിന്റെ മുകളിലും എല്ലാം ഇലകൾ കൊണ്ട് നിറയുകയാണ്. ഈ റബ്ബർ തോട്ടത്തിന്റെ ഉടമ റോഡിലേക്കുള്ള ഭാഗത്തുള്ള മതിൽ മണ്ണും കട്ടക്കല്ലും കൊണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ ഇവിടെ മതിലിടിയുന്നത് ഒരു സാധാരണ സംഭവമാണ്. ഈ ഭാഗത്ത് റോഡിന് വീതി കുറവാണ്. പഞ്ചായത്ത് റോഡ് കയ്യേറിയാണോ മതിൽ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ സംശയമുണ്ട്. ആൾതാമസമില്ലാത്ത വലിയ പറമ്പിന്റെ പരിസരമായതിനാൽ ആളുകൾ റോഡിലും പരിസരത്തും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. ദുർഗന്ധം മൂലവും കൊതുക് ശല്യം മൂലവും ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പലവിധ അസുഖങ്ങൾ കൊണ്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ആയതിനാൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി എവിടെയെല്ലാമാണ് പരാതികൾ സമർപ്പിക്കേണ്ടത്? ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനാപ്പറമ്പിൽ. വെങ്ങോല പഞ്ചായത്തിലെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് എഴുതിയിട്ടുള്ള ഈ കത്തിലെ വിഷയം അവരുടെ വീടുകളുടെ സമീപത്തായി വേണ്ട വിധത്തിൽ പരിപാലിക്കപ്പെടാതെയുള്ള 4.25 ഏക്കർ റബ്ബർ തോട്ടം മൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിൽ പ്രധാനമായും അപകടകരമായ രീതിയിൽ വീടുകളുടെ മുകളിലേക്ക് മരങ്ങളുടെ കൊമ്പുകൾ ചാഞ്ഞു നിൽക്കുന്നത്, കിണർ വെള്ളം മലിനമാകുന്നത്, മതിലിടിഞ്ഞ് റോഡിലേക്ക് വീഴുന്നത്, മാലിന്യ നിക്ഷേപം മൂലമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാമാണ് കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രാഥമികമായും കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238 പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS സെക്ഷൻ 152, പഴയ ക്രിമിനൽ നടപടി നിയമം സെക്ഷൻ 133 ഈ വകുപ്പ് അനുസരിച്ച് RDOയ്ക്കും കളക്ടർക്കും പരാതി നൽകാൻ സാധിക്കും. പൊതുസുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുന്നതിനും പൊതുജനത്തിന് ശല്യമുണ്ടാകുന്നത് തടയുന്നതിനുമാണ് ഈ വകുപ്പ് ചേർത്തിരിക്കുന്നത്. പൊതുജനങ്ങൾക്കോ പൊതുസ്ഥലങ്ങൾക്കോ ശല്യമുണ്ടാകുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യുവാനും പൊതുസുരക്ഷയ്ക്കും ആരോഗ്യത്തിനും സൗകര്യത്തിനും ഭീഷണിയാകുന്ന ശല്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഉത്തരവിടാൻ ഈ വകുപ്പനുസരിച്ച് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് അധികാരമുണ്ടാകും. അപകടകരമായ മരങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരവും നമുക്ക് പരാതി ബോധിപ്പിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പരിധിയിലുള്ള സിവിൽ കോടതിയിലും പരാതിയായി സമീപിക്കാവുന്നതാണ്. ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ സിവിൽ കോടതികൾക്ക് അധികാരമുണ്ടെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മാലിന്യ നിക്ഷേപത്തെ സംബന്ധിക്കുന്ന വിഷയത്തിൽ മാലിന്യ നിക്ഷേപത്തിന്റെ ചിത്രങ്ങൾ സഹിതം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. പരാതി ബോധിപ്പിക്കുന്നതിനുള്ളതിനോടൊപ്പം മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നവരുടെ ചിത്രങ്ങളും അവരുടെ വണ്ടിയുണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പറുകളും എല്ലാം ചേർത്ത് പരാതി ഉൾപ്പെടുത്തി ബോധിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പരാതി നോക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ല അരൂർ പഞ്ചായത്തിൽ നിന്ന് TT ജോസഫാണ്. പരാതി വായിക്കാം. ഞാൻ അരൂർ പഞ്ചായത്തിലെ സെന്റ് അഗസ്റ്റിൻ പള്ളിക്കോട്ടപ്പുറം റോട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് വീതി കുറഞ്ഞ വഴിയായതിനാൽ ഞങ്ങൾ 10 വീട്ടുകാർ ചേർന്ന് സ്ഥലം വില കൊടുത്ത് വാങ്ങിയും സ്വന്തം സ്ഥലം പഞ്ചായത്തിന് വിട്ടുകൊടുത്തും 10 അടി വീതിയിൽ വികസിപ്പിക്കുകയുണ്ടായി. 2015-18 വർഷത്തിൽ പഞ്ചായത്ത് വഴിയുടെ 60% കട്ട വിരിക്കുകയും ചെയ്തു. ഈ സമയം മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള കാനയോ മറ്റു വർക്കുകളോ ചെയ്തില്ല. തന്മൂലം മഴക്കാലത്ത് എന്റെ സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ റോഡിലൂടെ വാഹനങ്ങൾ ഓടിയപ്പോൾ എന്റെ വീടിന്റെ പടിഞ്ഞാറ് വശവും റോഡിന്റെ പണി നിർത്തിയ സ്ഥലവും തകർച്ച നേരിടുകയും വീടിന്റെ പടിഞ്ഞാറ് വശം 40 അടിയോളം നീളത്തിൽ മഴക്കാലത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. ആ മഴവെള്ളം ഒഴുക്കിക്കളയുന്നതിന് വേണ്ടി ഞാൻ മോട്ടോർ പമ്പ് സെറ്റ് വെച്ച് വെള്ളം വറ്റിക്കുകയാണ് ചെയ്തത്. ശുചിമുറിയിലടക്കം വെള്ളം കയറുന്നത് പതിവായിരുന്നു. വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2024 മെയ് മാസത്തിൽ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. 2025 വീണ്ടും അന്വേഷിച്ചപ്പോൾ യാതൊരുവിധ നടപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തതിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഞാൻ പരാതി അയച്ചിരുന്നു.
2025 ജൂൺ മാസത്തിൽ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചുവെന്നും ആയതിനാൽ ഉടനെ ശരിയാക്കി തരാമെന്നുമാണ് പറഞ്ഞിരുന്നത്. പലതവണ ഇതേക്കുറിച്ച് അന്വേഷിക്കാറുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികളല്ല സ്വീകരിക്കുന്നത്. തുടർന്ന് 2025 ഓഗസ്റ്റ് മാസത്തിൽ LSGA കേരള ഓംബുഡ്സ്മാന് ഞാനൊരു പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ 2025 ജൂലൈ മാസത്തിൽ എനിക്കൊരു കത്ത് ലഭിക്കുകയും അതിൽ പെറ്റി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുകയുണ്ടായി. എനിക്ക് നൽകിയ കത്തിൽ ധാരാളം തെറ്റുകളാണ് വരുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതുവരെ ഈ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാതിരിക്കാനുള്ള നടപടിയാണ് പഞ്ചായത്തിന്റേത് എന്ന് ഞാൻ സംശയിക്കുന്നു. പഞ്ചായത്തിന്റെ ഗുണനിലവാരമില്ലാത്ത റോഡ് പണി മൂലം എനിക്കും വീടിനും ഭീഷണിയായിട്ടുള്ള ഈ വെള്ളക്കെട്ട് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത്? 71 വയസ്സുള്ള വ്യക്തിയാണ് ഞാൻ. സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാനുള്ള സാമ്പത്തികവും എനിക്കില്ല. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം എന്താണ്? തന്റെ വീട്ടിലേക്കുള്ള വഴിയിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ടവർക്കൊക്കെ പരാതി നൽകിയിട്ടും പരിഹാരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ എന്തു ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ. പരാതിയും അപേക്ഷയും കൊണ്ട് കാണുന്നത് 2024 തുടങ്ങി നിങ്ങളുടെ പ്രദേശത്തെ വെള്ളക്കെട്ട് വിഷയം പരിഹരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ പരാതിക്കാരനാണെന്ന് നിങ്ങളുടെ പരാതി കൊണ്ട് ബോധ്യപ്പെട്ടു. 2024ലും 25ലും നിങ്ങൾ കൃത്യമായി സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുഖ്യമന്ത്രിക്കുള്ള പരാതി പരിഹാര സെല്ലിലും കൂടാതെ ഓംബുഡ്സ്മാനിലും പരാതി കൊടുത്തു. ഏറ്റവും അവസാനം ഇതിന്റെ വർക്ക് ഓർഡർ അലോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് 2/8/2025 നിങ്ങൾക്ക് സെക്രട്ടറി പഞ്ചായത്ത് കൗൺസിൽ കൂടി അതിന് മറുപടി തന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ 2024 തുടങ്ങി നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് നാളിതുവരെ ശാശ്വത പരിഹാരം ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നും ഈ കത്തുകൊണ്ട് കാണുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ചെയർമാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിട്ട് അവിടെ ചെന്ന് നിങ്ങൾ കൃത്യമായി നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഫോട്ടോകളും നിങ്ങൾ നാളിതുവരെ നിങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ള പരാതികളുടെ പകർപ്പും ഏറ്റവും അവസാനം നിങ്ങൾക്ക് വന്ന അരൂര് കൗൺസിലിന്റെ തീരുമാനപ്രകാരമുള്ള കത്തും എല്ലാം കൂടി ചേർത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ബോധിപ്പിച്ചാൽ സമയബന്ധിതമായി ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി പഞ്ചായത്തിന് നിർദ്ദേശം കൊടുക്കും. അതാണ് ഇനി ഇതിനുള്ള ശാശ്വത പരിഹാരം. ഇനി നിങ്ങൾ കാത്തിരുന്നാൽ ഇനി നിങ്ങൾക്ക് ഒരിക്കലും പഞ്ചായത്ത് കൗൺസിൽ ഇപ്പൊ തീരാൻ പോകുന്നു. ഇപ്പൊ അടുത്ത തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത കമ്മിറ്റി വന്നിട്ട് പിന്നെയും ആലോചിച്ച് പുതിയ കമ്മിറ്റിയിലൊക്കെ തീരുമാനം എടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ദുരിതത്തിന് യാതൊരു പരിഹാരവും ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി നിങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സാമ്പത്തികമില്ല എന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഈ രേഖകളുടെ എല്ലാം ഫോട്ടോകൾ സഹിതം ഫോട്ടോകോപ്പി സഹിതം നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന വെള്ളക്കെട്ട് വിഷയം അനുഭവിക്കുന്ന അതിന്റെ മൂർജന്യ അവസ്ഥയിലുള്ള ഫോട്ടോകളും വീഡിയോയും എടുത്ത് നിങ്ങൾ ചെയർമാന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയബന്ധിതമായി പഞ്ചായത്ത് കൗൺസിലൊന്നും ഇതിന് ബാധകമല്ല. പൊതുജനങ്ങളുടെ ദുരിതം അനുഭവിക്കുന്നതിന് ദുരിതം മാറ്റുക എന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്തിന്റെയും നിർബന്ധമായിട്ടുള്ള നിങ്ങളുടെ മൗലിക അവകാശമാണ്. നിങ്ങളുടെ സർവ്വസ്വതന്ത്രമായി ജീവിക്കുക എന്നുള്ള മൗലിക അവകാശ ലംഘനമാണ് വരുത്തിയിട്ടുള്ളത്. ആയതിന്റെ അടിസ്ഥാനത്തിൽ റിട്ട് ഹർജി നിലനിൽക്കുന്നതാണ്. നിർബന്ധമായും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശാശ്വതമായി സമയബന്ധിതമായി ഈ പരാതി പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിന് നിർദ്ദേശം കൊടുക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശം കൃത്യമായി അവർ പാലിക്കുകയും ചെയ്യും. ഇനി നമുക്ക് മൂന്നാമത്തെ പരാതി വായിക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് എറണാകുളത്ത് നിന്ന് രാമകൃഷ്ണൻ TD ആണ്. ഇദ്ദേഹം ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഞാൻ സാധാരണ രജിസ്റ്റേർഡ് ആയിട്ടാണ് കത്തുകൾ അയക്കാറുള്ളത്. എന്നാൽ ആഗസ്റ്റ് 5-ാം തീയതി പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ രജിസ്റ്റേർഡ് അയക്കുവാൻ സാധിച്ചില്ല. 74 വയസ്സുള്ള വ്യക്തിയാണ് ഞാൻ. തുടർന്ന് 2 ദിവസം കൂടി രജിസ്റ്റേർഡ് അയക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ ചെന്നുവെങ്കിലും സാധിച്ചില്ല. തുടർന്ന് സാധാരണ തപാലിലാണ് ഞാൻ കവർ അയച്ചത്. ഏകദേശം 6 കവറുകൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്നു. അതിൽ 5 കവറും 6 ദിവസത്തിനകം ലഭിച്ചിരുന്നു. എന്നാൽ ഒരാൾക്ക് മാത്രം ലഭിച്ചിട്ടില്ല. രസീതൊന്നും കയ്യിലില്ലാത്തതിനാൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാനും സാധിച്ചില്ല. ഇതിനെതിരെ എവിടെയെങ്കിലും പരാതിപ്പെടുവാൻ സാധിക്കുമോ? സാധാരണ തപാലിൽ അയച്ച ഒരു കവർ ലഭിച്ചില്ല എന്ന പരാതി നിയമവേദി തൃപ്പൂണിത്തുറ പോസ്റ്റ് ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥയോടും തിരുവനന്തപുരത്തുള്ള പോസ്റ്റ് ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥയോടും സംസാരിച്ചു. സാധാരണ തപാലായതിനാൽ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്നാണ് അവർ അറിയിച്ചത്. തിരുവനന്തപുരത്തെ ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസിൽ അന്നേ ദിവസം ലഭിച്ച എല്ലാ കവറുകളും ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട് എന്നും വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അവർ നിയമവേദിയെ അറിയിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ഓഫീസുകളിൽ ചില മാറ്റങ്ങളുടെ ഭാഗമായി പല സേവനങ്ങൾക്കും തടസ്സം നേരിട്ടിരുന്നു. അതിനാലാകാം
രജിസ്റ്റേർഡായി അയക്കാൻ അന്ന് സാധിക്കാതെ വന്നത് എന്നാണ് ബന്ധപ്പെട്ടവർ നിയമവേദിയെ അറിയിച്ചിട്ടുള്ളത്. തന്റെ നഷ്ടപ്പെട്ട കവറിനെക്കുറിച്ച് പരാതിക്കാരന് ഒരു പരാതി ഇമെയിലായോ നേരിട്ടോ പ്രസ്തുത പോസ്റ്റ് ഓഫീസിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് 4ാമത്തെ പരാതി നോക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് കളമശ്ശേരിയിൽ നിന്ന് ലാൽജിയാണ്. ഞാൻ മണ്ണൂത്തിയിലുള്ള കേരധാര അഗ്രികൾച്ചർ ഫാമിൽ നിന്നും 2025 ഏപ്രിൽ മാസത്തിൽ ഒരു വിയറ്റ്നാം പ്ലാവിൻ തൈയും ഡ്രമ്മും അതിന്റെ വളവും ചകിരിച്ചോറുമെല്ലാം ഓർഡർ ചെയ്യുകയും തുടർന്ന് അവർ ഞാൻ ഓർഡർ ചെയ്ത എല്ലാ കാര്യങ്ങളും വീട്ടിൽ കൊണ്ടുവന്ന് തരികയും ചെയ്തു. സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതിനു ശേഷം അവർ പറഞ്ഞത് വളമൊന്നും ഇടേണ്ട, 3 മാസം കഴിഞ്ഞ് വീട്ടിലെടുക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകൾ മാത്രം ഇട്ടാൽ മതി എന്നതാണ്. ഇതിനിടയിൽ എന്തെങ്കിലും പ്ലാവിന് സംഭവിച്ചാൽ റീപ്ലേസ്മെന്റ് തരാമെന്നും അവർ പറയുകയുണ്ടായി. എന്നാൽ ഞാൻ വാങ്ങിച്ച പ്ലാവും മറ്റും ഉണങ്ങി തുടങ്ങുകയാണ് ചെയ്തത്. ഇക്കാര്യം ഞാൻ കമ്പനിയെ അറിയിച്ചിരുന്നു. തുടർന്ന് അവർ വരികയും ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. പ്ലാവിനും മറ്റും ഞാൻ മുടക്കിയ തുക തിരികെ ലഭിക്കുവാൻ സാധ്യതയുണ്ടോ? ഇക്കാര്യത്തിന് എനിക്ക് പരാതിപ്പെടുവാൻ സാധിക്കുമോ? ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ VC രാജേഷ്. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഉപഭോക്തൃ തർക്ക പരിഹാര നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. നമുക്ക് തരുന്ന വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളിലോ സേവനങ്ങളിലോ എന്തെങ്കിലും അപാകതയോ അപര്യാപ്തതയോ ഉണ്ടായാൽ ഉപഭോക്തൃ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകാൻ വിൽക്കുന്നയാൾ ബാധ്യസ്ഥനാണ്. ഇവിടെ വാങ്ങിയ സാധനങ്ങൾ അവർ പറഞ്ഞ തരത്തിൽ ആയിരുന്നില്ല, അത് കബളിപ്പിക്കലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ പരാതിക്കാരി പണം മുടക്കിയിട്ടും അതിനനുസരിച്ച സേവനം ലഭ്യമായില്ല എന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ആദ്യം തന്നെ തനിക്ക് ഇത്ര രൂപ സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നും താൻ ആവശ്യപ്പെട്ട സേവനം തനിക്ക് ലഭിച്ചില്ല എന്നും കാണിച്ചുകൊണ്ട് എന്താണോ പരാതിക്കാരന്റെ ആവശ്യം, ഒന്നില്ലെങ്കിൽ പണം തിരികെ വാങ്ങാനാണോ അല്ലെങ്കിൽ വാങ്ങിയ ചെടികൾ മാറ്റി വാങ്ങുവാനാണോ ആഗ്രഹിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോട്ടീസ് അയക്കുകയും ആ നോട്ടീസ് അയച്ച് ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടും, ഉദാഹരണമായി ഒരു 15 ദിവസമോ 30 ദിവസമോ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് നടപടിയോ പരിഹാര മാർഗങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ജില്ലാ തർക്ക ഉപഭോക്തൃ പരിഹാര ഫോറത്തെ സമീപിക്കുവാനും പരാതി നൽകുകയാണ് ചോദ്യകർത്താവിന് അഭികാമ്യമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഉപഭോക്തൃ തർക്ക പരിഹാര നിയമം പാസ്സാക്കിയിട്ടുള്ളത്. മാത്രമല്ല, സാധാരണ കോടതിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ ലളിതമായ നടപടിക്രമമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാർഗം സ്വീകരിക്കുന്നതാണ് ഈ വിഷയത്തിൽ അഭികാമ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നിയമവേദിയിലെ 5ാമത്തെ പരാതി നോക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് ശ്രീമൂല നഗരത്തിൽ നിന്ന് ശ്രീകല മനോജാണ്. നമുക്ക് പരാതി നോക്കാം. ഞാൻ ആലുവ താലൂക്കിലെ കാഞ്ഞൂർ പഞ്ചായത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. 2015 എന്റെ സുഹൃത്തുക്കൾ മുഖേന ഒരു പ്രൈവറ്റ് ചിട്ടി കമ്പനിയിൽ 20 മാസം 3000 രൂപ അടക്കുന്ന വിധത്തിലുള്ള ചിട്ടി ചേർന്നിരുന്നു. ചിട്ടിയുടെ പിരിവ് എല്ലാ മാസവും ഞാൻ കൃത്യമായി നൽകുകയും ചെയ്തിരുന്നു. ഒരു സ്ത്രീയാണ് എന്നിൽ നിന്ന് ചിട്ടി പൈസ വാങ്ങിയിരുന്നത്. ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞതിനു ശേഷം ഈ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ചിട്ടി കമ്പനി പൊളിഞ്ഞതായും കാശുമായി ഉടമ സ്ഥലം വിട്ടതായും അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസും കൊടുത്തിട്ടുണ്ട്. പലതവണ ഇതേക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ആയതിനാൽ നഷ്ടപ്പെട്ട കാശ് തിരികെ കിട്ടുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് പരാതി സമർപ്പിക്കേണ്ടത്? ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള. അയച്ച കത്ത് സശ്രദ്ധം വായിച്ചു. സ്വകാര്യ ചിട്ടിക്കമ്പനി നടത്തിപ്പിനെ പറ്റിയുള്ള ഒരു സംശയമാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യകർത്താവ് സ്വകാര്യ ചിട്ടിയിൽ ചേരുകയും അതിന്റെ പൈസ തുക മുഴുവൻ അടച്ച ശേഷം അതിന്റെ പണം തിരികെ വാങ്ങാൻ ചെന്നപ്പോൾ ചിട്ടിക്കമ്പനി ഉടമകൾ പണവുമായി മുങ്ങി എന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയങ്ങളെപ്പറ്റി നേരത്തെയും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഏത് സ്ഥാപനത്തിലാണ് നിക്ഷേപിക്കേണ്ടതെന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നിക്ഷേപങ്ങൾ ചെയ്യേണ്ടത്. നമ്മളുടെ നിക്ഷേപങ്ങൾ നമ്മളുടെ വളരെയധികം ബുദ്ധിമുട്ടി ഹാർഡ് ഏൺഡ് അല്ലെങ്കിൽ നമ്മൾ എല്ലുമുറിയെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസയാണ്. അതപ്പം അത്രയ്ക്ക് കൃത്യമായി തന്നെ ഉത്തരവാദിത്വമുള്ള സ്ഥാപനങ്ങളിൽ വേണം നിക്ഷേപിക്കാൻ. അതിനുള്ള സർക്കാർ സംവിധാനങ്ങൾ നമുക്കുണ്ട്, ബാങ്കുകളുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ഗവൺമെന്റിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ചിട്ടി കമ്പനികളുണ്ട്. അവിടെയെല്ലാം നിക്ഷേപിക്കുന്നത് കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും. ഇതിപ്പോൾ ചോദ്യകർത്താവ് സ്വകാര്യ ചിട്ടി കമ്പനിയിൽ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. അത് 2017 ആ ചിട്ടി ഉടമകൾ മുങ്ങിയതായിട്ട് വിവരം ലഭിച്ചതും എളമക്കര പോലീസ് കേസെടുത്തതായിട്ടും പറയുന്നത്. സ്വാഭാവികമായും 2017 നിന്ന് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. ഇതുവരെ കേസിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായതായി നിങ്ങൾക്ക് അറിവില്ല. ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്
ഈ ചിട്ടിയുമായി നടത്തപ്പെട്ടുള്ള ചിറ്റാളന്മാർ എത്ര പേര് ചിട്ടി ചേർന്നെന്നോ അവരുടെ എല്ലാം ഒരു മീറ്റിങ്ങോ വല്ലതും വിളിച്ചു കൂട്ടുകയും അവരുടെ ഒരു സംഘടന പോലെ നിന്ന് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് ഇതെങ്ങനെ ഈടാക്കിയെടുക്കാമെന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും കുറെ അധികം പേരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ക്രിമിനൽ കേസിന്റെ നടപടിക്രമങ്ങൾ വിലയിരുത്തുകയും അതിന് ആവശ്യമെങ്കിൽ കൂടുതൽ നിയമ നടപടികൾ, ഉദാഹരണത്തിന് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി കൊടുത്ത് അന്വേഷണം പെട്ടെന്ന് സമാപിപ്പിക്കേണ്ടതിന്റെയും അതിന്റെ നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും അതിലെ കുറ്റവാളികൾക്കെതിരെ ശിക്ഷ സ്വീകരിക്കുന്നതിന്റെയും ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയുമായി പോയി കഴിഞ്ഞാൽ ഈ അന്വേഷണം എവിടം വരെ എത്തിയെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്തോ എന്നും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തെങ്കിൽ നടപടിക്രമങ്ങൾ എത്രയായി എന്നെല്ലാം നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ കഴിയും. അത് ഒരാളായി നിൽക്കുമ്പോഴാണ് അതിന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നത്. അതൊരു കൂട്ടായ്മയായ എല്ലാ ചിറ്റാളന്മാരുടെയും ഒരു സംഘടനയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതത്ര വലിയൊരു തുകയായിട്ട് തോന്നുകയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമീപനങ്ങളാണ് എടുക്കാൻ കഴിയുള്ളൂ. 2017 നഷ്ടപ്പെട്ട പൈസ ആയതുകൊണ്ട് സിവിലായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് കാലഹരണ ദോഷമെല്ലാം അതിൽ സംഭവിച്ചു കഴിഞ്ഞു. ക്രിമിനലായിട്ട് അയാൾക്കെതിരെ വഞ്ചന കുറ്റം, അതുപോലെ വിശ്വാസത്തിലുള്ള ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, വിശ്വാസഘാതം, അതിലെല്ലാം ചെയ്തുകൊണ്ട് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ആ കേസിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവരാവകാശ നിയമം വഴി ആരായാം കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നെല്ലാം വിവരാവകാശ നിയമം പ്രകാരം അപേക്ഷ കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചിറ്റാളന്മാരുടെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അന്വേഷണത്തിൽ നിന്ന് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു റിട്ട് ഹർജി കൊടുക്കുന്നതൊക്കെ കുറച്ച് നന്നാവും. നിങ്ങൾക്ക് സൗജന്യ നിയമസേവനത്തിന് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്. എപ്പോഴും നിക്ഷേപം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല പേരുള്ള ബാങ്കുകളിലോ സർക്കാരിന്റെ തന്നെ അംഗീകൃതമായിട്ടുള്ള കാര്യങ്ങളിലോ നിക്ഷേപിക്കാൻ ശ്രമിക്കുമല്ലോ. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം MV ശശികുമാർ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.